അറിയോ, സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളം തന്നെ ശരിയല്ല, അത് ശുഭത്തിൻ്റെ മുതലാന്ന് ആ നാട്ടുകാരോട് പണ്ട് വയത് പറഞ്ഞു കൊടുത്ത്. എന്താ കാരണം എന്നറിയോ? സർക്കാരിൻ്റെ റവന്യൂ വരുമാനത്തിൽ കള്ള് വിറ്റ കാശുണ്ട്, ആ കാശുണ്ട്, ഈ കാശുണ്ട്, പലിശ പൈസ, അങ്ങനെ പലതും ഉണ്ടല്ലോ. ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് എന്ന് പറഞ്ഞാൽ സമ്പത്ത്, അതിൽ നിന്ന് എടുത്തിട്ടല്ലേ മാഷെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്, അതിൽ നിന്ന് എടുത്തിട്ടല്ലേ ക്ലർക്കെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അതുകൊണ്ട് നിങ്ങളെ പൈസ തന്നെ ഹലാലല്ല എന്നൊരു മസാല ഉണ്ട്, പഴയ മസാല നാട്ടിൽ പറയുന്ന. മുസ്ലിങ്ങളെ ഉദ്യോഗ രംഗത്തു നിന്നൊക്കെ പിടിച്ചു നിർത്തിയതും തടഞ്ഞതും ചിലപ്പോൾ ഈ വിവരം കെട്ട മസാലയായിരിക്കാം ഒരു പക്ഷേ. ഇതൊരു തെറ്റിദ്ധാരണയാണ്. അതെന്താണെന്നറിയോ? അവിടെ നാം ചിന്തിക്കേണ്ടത് ഈ പണം എന്നിലേക്ക് മാറിയത് ഹലാലായ വഴിക്കാണോ എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കേണ്ടുള്ളൂ. എന്നിലേക്ക് ആ പണം മാറിയത് ന്യായമായ മാർഗത്തിലാണോ? അതെ, ഞാൻ അധ്വാനിച്ചു, എനിക്കതിന് ശമ്പളം തന്നു. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്, എന്നെ കൂലിപ്പണിക്ക് കൂട്ടിക്കൊണ്ടുപോയത് വലിയൊരു പലിശക്കാരനാണ്, അയാളെ സമ്പാദ്യം പലിശയാണ്. അയാൾ എന്നോട് പറഞ്ഞു, കൽപ്പണിക്കാരനല്ലേ, ആശാരിയാണ്, ഞാൻ എന്നോട് പറഞ്ഞു ഇന്നെ പണിയെടുത്തതാ, എനിക്ക് കൂലി തരാൻ. ഞാൻ വൈകുന്നേരം വരെ ആത്മാർത്ഥമായി ജോലി ചെയ്തു, എനിക്ക് അയാൾ കാശ് തന്നു. നീ പലിശക്കാരൻ്റെ കാശാണ് വാങ്ങിയത്, അതെനിക്ക് നോക്കേണ്ടയില്ല, ഞാൻ അധ്വാനിച്ചതിനുള്ള കൂലിയാണ് വാങ്ങിയത്, അത്രേ ആ വിഷയത്തിലുള്ളൂ. അതുമല്ല ഇപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗത്തും വേണ്ടി വരും അത്. ഞാൻ നാട്ടിലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക, ഞാൻ ചിലപ്പോൾ ശബരിമലയിൽ കാവൽ നിൽക്കേണ്ടി വരും. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഗതിയാണല്ലോ അപ്പോൾ അത്. പക്ഷെ എൻ്റെ ജോലിയാണത്. ഞാൻ കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, ഞാൻ പലിശ കണക്കൂട്ടൽ പഠിപ്പിക്കണം കുട്ടിക്ക്. കുട്ടികൾ ഇങ്ങനെയാണ് പലിശ കണക്കൂട്ടൽ, ഇങ്ങനെയാണ് സാധാരണ പലിശ കണക്കൂട്ടൽ. നീ പലിശയാണോ പഠിപ്പിക്കുന്നത്? ഞാൻ യേശുവിനെ പറ്റി പഠിക്കേണ്ടി വരും, ഈസാ നബിയെ പറ്റിയല്ല, യേശുവിനെ പറ്റി. വ്യത്യാസം മനസ്സിലാവുമല്ലോ? ഈസാ നബിയെ പറ്റി ഖുർആൻ പറഞ്ഞതല്ല പഠിപ്പിക്കുന്നത്, യേശുവിൻ്റെ പാഠങ്ങളാണ്. കുരിശിൽ തറച്ചോ, ജോസഫിന് വീട് ജനിച്ചോ എന്നൊക്കെ പഠിപ്പിക്കേണ്ടി വരും. ഞാൻ ചരിത്രം പഠിപ്പിക്കുമ്പോൾ എൻ്റെ നേതാക്കന്മാരായ മഹാന്മാരെ കുറിച്ച് പുസ്തകത്തിൽ എഴുതി പഠിപ്പിക്കണം, എങ്കിലേ കുട്ടിക്ക് മാർക്ക് കിട്ടൂ. എനിക്കവിടെ ചാൻസ് ബാക്കിയുണ്ട്, മക്കളെ ഇതൊക്കെ നുണയാണെന്ന് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ചാൻസ് അധ്യാപകനായി എനിക്ക് ബാക്കിയുണ്ടെന്ന് മാത്രം. ഞാനിത് പറയുന്നത് അങ്ങനെയൊന്നും ശുഭത്തുകളെ പരത്തരുത്. അതുപോലെ തന്നെ വസ്വാസുകൾ ഉണ്ടാവും ആളുകൾക്ക്. വസ്വാസ് എന്ന് പറഞ്ഞാൽ ഒരു സോക്കട. ഇവിടെ ഹൗദില്ലാത്തത് കൊണ്ട് അത്രയും സമാധാനം. നമ്മുടെ നാട്ടിൽ നമ്മളെ കാണുന്നത് അല്ലാ ബിസ്മിം പറഞ്ഞ് ഇങ്ങനെ വെള്ളം പൊന്തിച്ച് കൊണ്ടുവന്നിട്ട് അവസാനം മൂപ്പർ രണ്ടും കൽപ്പിച്ച് ഒരു ഉടുക്കല, അതതിൻ്റെ രസം. അതുപോലെ തക്ബീർ കെട്ടാൻ വന്ന അല്ലാ 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 എന്ന് പറഞ്ഞിങ്ങനെ കൈകൊണ്ട് കളിച്ച് അവസാനം ഇമാമിൻ്റെ ഫാത്തിഹയും സൂറത്തൊക്കെ തീർന്ന് വരെ കളിച്ചിട്ട് അവസാനം മൂപ്പരുണ്ട് ഇനി രണ്ടാലും നടക്കല്ലാതെ പോക്ക്, ഇമാം അപ്പം റുക്കൂലെത്തി ഉണ്ടാവും. ഇതാണ് വസ്വാസ് എന്ന് പറഞ്ഞത്. എന്തായാലും ഒരു സംശയം തരില്ല. അലക്കിയിട്ട് വൃത്തിയായോ എന്ന് പിന്നെയും ഒന്നെടുത്തിട്ട് ഒന്നെടുത്തോന്ന് പിന്നെ സംശയം, നിസ്കരിച്ച് പോന്നപ്പോൾ ഫാത്തിഹ ഓതിയോ സംശയം. ഈ മനുഷ്യൻ ഇതുകൊണ്ട് കിടന്ന് വട്ടം കറങ്ങാം. ഇയാളെ ശൈത്താനിട്ട് അടങ്ങറാക്കുകയാണ്. കേരിയതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കണ്ട. ശൈത്താൻ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ മനുഷ്യനെ. കാരണം വിശ്വാസമുള്ള മനുഷ്യനെങ്ങനെ നോക്ക്, അനക്കെന്തോ തോന്നിയില്ലേ, അനക്കെന്തോ ആയില്ലേ എന്നിങ്ങനെ. ആയിഷാർ തന്നെ ചോദിച്ചു ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അതാണ് അവരുടെ മഹത്വം. റളിയല്ലാഹു അൻഹ, പ്രവാചകരെ, ഞങ്ങൾക്ക് ചില മാംസം ഭക്ഷണമായി ലഭിക്കാറുണ്ട്, പല വഴിയിൽ നിന്നും വന്ന ഭക്ഷണം. പക്ഷേ ആ വ്യക്തി ഇത് അറക്കുമ്പോൾ ബിസ്മി ചൊല്ലിയോ ഇല്ലേന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു, സമ്മുല്ലാഹവ കുലുവ, നിങ്ങൾ ബിസ്മിയല്ല നിങ്ങളടുത്ത് തിന്നോളി, അല്ല എന്താ. എത്ര പ്രായോഗിക ഇസ്ലാം എന്നറിയോ? നമ്മളാളുകൾ പറയും ആശ്രയിൻ്റെ മാംസം നമ്മളെങ്ങനെ കഴിക്കുക, അത് ആരർത്ഥാൻ നമുക്കറിയോ? ഹംഗറിയിൽ നിന്ന് വരുന്ന മാംസം എങ്ങനെ കഴിക്കുക, അവിടുന്ന് വന്ന മാംസം എങ്ങനെ കഴിക്കുക? അങ്ങനല്ല. പന്നി ആവരുത്, അനുവദിക്കപ്പെട്ട ഭക്ഷണം മാംസമാവണം. അത് നിങ്ങളുടെ കൈകളിൽ വന്നാൽ അവർ പറയുന്ന അവകാശവാദം ഞങ്ങൾ ശറഈൻ്റെ ദീനി പ്രകാരം തന്നെയൊക്കെയാണ് ചിട്ടപ്പെടുത്തിയാണ് ചെയ്തതെന്നാ. ചിലപ്പോൾ അങ്ങനെ ആവാം, ബിസിനസ്സിൻ്റെ തിരക്കിൽ അങ്ങനെ ഉണ്ടായില്ലാന്നും വരാം. നിങ്ങൾ ബേജാറാവണ്ട, നിങ്ങളത് ബിസ്മി ചൊല്ലി കഴിച്ചോളൂ. ഞാൻ ലോകത്ത് യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. യാത്ര ചെയ്യുമ്പോൾ ഹോട്ടലിൽ പോയി ഞാൻ അടുക്കളയിൽ പോയി ചോദിക്കുക, ഈ മാംസം ബിസ്മിയിലെ അർത്ഥം തന്നെയാണോ? എന്നിട്ട് എനിക്ക് ആഹാരം കഴിക്കാൻ വല്ലതും തിന്നാൻ പറ്റുമോ? പലപ്പോഴും ക്ലാസ്സുകൾ നമ്മൾ പറയാറുണ്ട്, ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒതുണ്ടാക്കി നിസ്കരിച്ചോളൂ. അതിന് ആ വെള്ളം ശുദ്ധിയുള്ളത് എന്താ ഉറപ്പ്? ഇതിവനെന്നാ ഉറപ്പാകുക? നിസ്കരിക്കാതെക്കാനല്ലാതെ തീരുന്നില്ല. അങ്ങനെ ഒരു വസ്വാസിൽ, ഈ വസ്വാസിൻ്റെ പേര് തഖ്വ എന്നല്ല. നീ മുസ്ലിമാണോ എന്ന് ചിലപ്പോൾ ചോദിച്ചപ്പോൾ പഴയൊരു സുഹൃത്തിന് എനിക്ക് ഓർമ്മയുണ്ട്. അയാൾ പറയും ഇൻഷാ അല്ലാ. ഇത് ഞാൻ പിന്നീടാണ് മനസ്സിലാക്കിയത്, ഇങ്ങനൊരു കുരുത്തം കെട്ട ചിന്താഗതി പഴയ കാലത്ത് മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നു പോലും. ഒന്നിനും ഉറപ്പില്ല. ഞാൻ മൂമിനാന്ന് ഉറപ്പിച്ച് പറയാ,
അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നീ മോമിനാണോ എന്ന് ചോദിച്ചാലും പറയില്ല, ഞാൻ ഇൻഷാ അള്ളാന്ന് കൂട്ടിയിട്ട് പറയുള്ളൂ. എന്തിനും ഒരു ഭക്തിയല്ലേ അത്? അതൊരു തരം വസ്വാസ മനുഷ്യനെ ബാധിക്കുന്ന. അപ്പം അതല്ല, വസ്വാസിനെയല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഉറപ്പുണ്ടാവുക, അള്ളാഹു അംഗീകരിച്ചവയാണ്, തൻ്റെ തഖ്വക്കും സൂക്ഷ്മതക്കും യോജിച്ചതാണ് എന്നത്. ഇത്രയേ ഉള്ളൂ എനിക്ക് ആദ്യം പറയാൻ. എന്ത്? നമ്മോട് അള്ളാഹു തഖ്വയുള്ളവരായി ജീവിക്കാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു എന്നതുകൊണ്ട് ആ വഴിയിലുള്ള യാത്രയിലാണ് നമ്മുടെ നമസ്കാരാദി കർമ്മങ്ങളൊക്കെ നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ആ ഉദ്ദേശപ്രാപ്തിക്ക് വേണ്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പുണ്ടാവുക. എന്താണ്? അത് കുടുംബജീവിതമായാലും വ്യക്തിജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും ഒക്കെ നാം ന്യായീകരിച്ച് നിൽക്കാൻ മെനക്കെടരുത്. എൻ്റെ തഖ്വ നിയന്ത്രിക്കണം. എൻ്റെ വാപ്പ എന്നെ നിയന്ത്രിക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല, പോലീസ് ഉണ്ടാവില്ല, നാട്ടുകാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. ഞാൻ തനിച്ച, അതുകൊണ്ട് ഞാൻ നിയന്ത്രിക്കുന്നു എന്നെ. അതാ ഒരു റിയാല് വഴിയിൽ നിന്ന് വീണ് കിട്ടി, എടുത്തോളൂ. അവനാൻ്റെതാവൂല ഒരു കാലത്തും. അത് അവൻ്റെ ഉടമക്കാരൻ്റെതാ, ആളുടേതാ. അവിടെ ഇട്ടേച്ചു പോയാൽ നഷ്ടം വരും. അടുത്ത കടയിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ചേക്കും, ഇതാ ഇങ്ങനെ ഒരു കാശ് കിട്ടിയിരിക്കുന്നു, ചെറുതായാലും വലുതായാലും. ആരുടെയെങ്കിലും വീണ് പോയതായിരിക്കും, അവിടെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ കൊടുത്തേക്കും. അല്ല, നിങ്ങൾ കൈവശം വെച്ചോളൂ, പേപ്പർ എഴുതി വെച്ചേക്കോ, ഇത്ര പൈസ ഒരു സംഖ്യ വീണ് കിട്ടിയിട്ടുണ്ട്, വന്നവർക്ക് എടുക്കാം. എന്തെങ്കിലും ഒരു കാലത്ത് അതിന് ഉടമക്കാരൻ വന്ന് ചോദിച്ചാൽ നിങ്ങളത് കൊടുക്കണോ? അതാണ്. എന്നാൽ നടന്നു പോകുന്ന വഴിവക്കിൽ ഒരു മാവിൽ നിന്ന് മാങ്ങ വീണ് കിടക്കുന്നുണ്ടെങ്കിൽ കഴിച്ചുകൂടെ? കൊണ്ടുപോകരുത്, അവിടുന്ന് തിന്നാം. അതല്ല ശറഇന്റെ വിധി. കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സ്വന്തമാക്കാനാണ്, കഴിക്കുമ്പോൾ നിങ്ങൾ ആഹരിക്കാനാണ്. അതാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു മാവിൻ്റെ ഇവിടെ മാങ്ങ എടുക്കുന്നുണ്ട്, പഴുത്ത മാങ്ങ താഴത്ത് വീണെടുക്കുക, പച്ച മാങ്ങ, അത് ഇങ്ങെടുത്ത് തിന്നോ, വിരോധമല്ല. നേരെ മറിച്ച് അത് കൈവശം വെച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? അത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ സമ്പാദിക്കുന്ന രീതിയിലേക്കായി. നിങ്ങൾ ഇതേ സ്വഭാവം പിന്നെ നിങ്ങൾ തുടങ്ങും. അതാ പ്രത്യേകത. ഇതെന്താ ഇപ്പം ചോദിക്കാനൊന്നുമില്ല, അതിനോടമക്കാരനെ ആളറിയില്ല, ഭക്ഷണ സാധനത്തിൻ്റെ വിഷയമാണ്. അതൊരു കുറച്ച് വിശദീകരിക്കേണ്ട ഒരു ഭാഗമാണ്, ഇരിക്കട്ടെ മറ്റൊരിക്കൽ. അപ്പോൾ ഇവിടെ നാം ശ്രദ്ധിക്കുന്നത്, ഏത് ഭാഗത്തും ഏത് സ്ഥലത്തായിരുന്നാലും ശരി, നാം ആ പൈസയുടെ ആ ധനത്തിൻ്റെ വിഷയത്തിലായാൽ എനിക്കിത് അനുവദനീയമാണോ? നമ്മളെ കച്ചവടക്കാരൊക്കെ മിക്കവരും പറയാറുണ്ട്, അറബിയൊക്കെ വിലയാണ്, മറ്റവർക്ക് വേറൊരു വിലയാണ്. ഈ നാട്ടുകാരോട് ഇങ്ങനെ അനീതി കാണിക്കണോ? നിങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നിങ്ങളെ വേണ്ട, മലയാളിനെ വേണ്ട, മുസ്ലിങ്ങളെയും വേണ്ട പലർക്കും. ഈ നല്ല നാട്ടുകാർക്ക് സമ്പത്ത് വന്നാൽ പോലും പറഞ്ഞു മാപ്പിള വന്നോട്ടെ, മുസൽമാൻ വന്നോട്ടെ. അതിനവർക്ക് കൊടുക്കുന്ന ശിക്ഷയാണോ ഇത്? 5 റിയാലിൻ്റെ സാധനം 50 റിയാലിന് വിൽക്കും അറബി വന്നാൽ. റബ്ബ് ചോദിക്കൂലേ ഈ ലാഭത്തിന്? ഇതൊരു സാമർഥ്യമാണോ? ന്യായമായ ലാഭം എടുത്തോളൂ, അതൊക്കെ. ഈ ന്യായം ആ വ്യക്തിയുടെ തഖ്വയാണ് സ്വീകരിക്കേണ്ടത്, തീരുമാനിക്കേണ്ടത്. നാം വല്ലാണ്ട് കുത്തഴിയുന്നു ഈ ഭാഗത്ത് നിന്ന് തോന്നുന്നു. സത്യം പറഞ്ഞാൽ എന്താ? സത്യമായ രീതിയിൽ യഥാർത്ഥ വില നമുക്ക് പലപ്പോഴും സത്യം പറയാൻ പറ്റിയെന്ന് വരില്ല, പറയണ്ട. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു മാന്യമായൊരു ഒരു ലാഭമുണ്ടല്ലോ, തൻ്റെ ചെലവ്, വിൽക്കപ്പെടാത്ത വസ്തുക്കൾ കൊണ്ടുവരാനുള്ള ചെലവ്, മറ്റു വിഷയങ്ങൾ, അത് കൂട്ടിയിട്ടൊരു വില നിശ്ചയിച്ചോളൂ, എന്നിട്ട് ആ വില പറഞ്ഞോളൂ. ചില സമയങ്ങളിൽ ആവശ്യക്കാർക്ക് വേണ്ടി നിങ്ങൾ വില കുറച്ച് കൊടുത്തേക്കേണ്ടി വന്നേക്കാം, ഓക്കെ. പക്ഷേ ഇവരാകുമ്പോൾ അവരെ പിടിച്ചു വാങ്ങുക, പിഴിയുക എന്നൊരു ചിന്തയിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്നത്? ചൂഷണത്തിൻ്റെ ഭാഗത്തേക്ക്. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ആരും അറിയില്ല. ഈ പാവം ലാഭത്തോടു കൂടി പോയിട്ടൊക്കെ വന്ന് സമർത്ഥിക്കും, ഞാനിങ്ങനൊരു സാധനം വാങ്ങിത്തിറക്ക്. എവിടുന്നേ? മലയാളിൻ്റെ കടയിൽ നേർന്നില്ലേ? അത് ശരി, ഇതിന് ഇത്രയൊന്നും വിലയില്ലേ? ഇത് കുറേ തവണ ആവർത്തിച്ച് അവർക്കൊരു തീരുമാനം എന്താണെന്നറിയോ? ആ നാട്ടുകാരെ കടയിലേക്ക് പോകണ്ടെന്ന് അവർ തമ്മിൽ പറയും. അതിൻ്റെ ദൂഷ്യം മലയാളി ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സത്യം. പൂർവികന്മാരിൽ നല്ലവരുണ്ടായപ്പോൾ, നമ്മളൊക്കെ പഴച്ചവരാന്ന് ഞാൻ പറഞ്ഞില്ല, നല്ലവരുണ്ടായപ്പോൾ അവർക്ക് മലയാളിയെ ഇഷ്ടമായി, മുസൽമാനെ ഇഷ്ടമായി, അവരതിനു വേണ്ടി അധ്വാനിച്ചു, പാടുപെട്ടു ഒരു മലയാളിയുടെ വിസ കിട്ടാൻ, ഇന്ത്യൻ വിസ കിട്ടാൻ. നമ്മുടെ ജീവിത രീതികളും നമ്മുടെ സ്വഭാവങ്ങളും പ്രതികരണങ്ങളും നന്ദിക്ക് പകരം നന്ദികേടായി മാറിയപ്പോൾ രാജ്യത്തിന് തീരുമാനമെടുക്കേണ്ടി വന്നു. അവരുടെ തീരുമാനങ്ങളും അങ്ങനെ തന്നെയായി. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. തഖ്വ മനുഷ്യന് ഉപകാരപ്രദമായി മാറുന്നു, തഖ്വ ഇല്ലായ്മ അതിൻ്റെ ഉപദ്രവം പരലോകത്ത് മാത്രമല്ല എന്ന് മനസ്സിലാക്കി തന്നതാണ്. ആ ഭാഗം ഞാൻ അവിടെ നിർത്തുന്നു. ഞാൻ പറഞ്ഞ വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ വാക്കുകളെ നിയന്ത്രിക്കുന്ന, എൻ്റെ നോട്ടത്തെ നിയന്ത്രിക്കുന്ന, എൻ്റെ സംസാരത്തെ നിയന്ത്രിക്കുന്ന, എൻ്റെ സാന്നിധ്യത്തെ നിയന്ത്രിക്കുന്ന, ഞാൻ പണം ചെലവഴിക്കുമ്പോൾ എന്നെ നിയന്ത്രിക്കുന്ന, എല്ലായ്പ്പോഴും നിയന്ത്രിക്കുന്ന ഒരു ഭാഗമായി എൻ്റെ തഖ്വ എൻ്റെ കൂടെ ഉണ്ടാവണം. ചില വർത്തമാനമൊക്കെ കേട്ടപ്പോൾ, ഒന്നുകൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ ചൊറിയുന്ന വർത്തമാനം കേട്ടപ്പോൾ
4 വാക്ക് ഡയലോഗ് അവളോട് പറയണമെന്ന് തോന്നിയതാ, പക്ഷെ പറഞ്ഞില്ല. നിന്നെ പേടിച്ചിട്ടല്ല, ഇതൊരുത്തരുടെ പക്കൽ കണക്കുണ്ടാവുമെന്ന് പേടിച്ചിട്ടാണ്. അതാ അതിന് മറുപടി.